ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. മൃദുലാനന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് ഒരു ഹെൽത്തി ദോശയാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്നറിയോ? ഓട്സ്, അതേപോലെ ചെറുപയർ, പിന്നെ എനിക്ക് കുറച്ചും കൂടി സാധനങ്ങളൊക്കെ ഞാൻ കൂട്ടുന്നുണ്ട്. ഇത് വെച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ദോശ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പം അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹെൽത്തി ദോശ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ഓട്സ്, ഇതിനൊരു പാത്രം ഓട്സ് എടുത്തിട്ടുണ്ട്. അത്ര തന്നെയാണ് ഞാൻ ചെറുപയർ എടുത്തിരിക്കണതോ. ആ ചെറുപയർ ഞാൻ ഒരു 6 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് അരിച്ച് കഴുകിയിട്ട് വെച്ചിട്ടുള്ള ചെറുപയറാണത്. പിന്നെ ഞാൻ അതിലേക്ക് എടുക്കുന്നത് ഒരു 4 ചുള ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം, പിന്നെ നമുക്ക് നമ്മുടെ ഉപ്പും. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. നമുക്ക് ഈ ഓട്സ് ഉണ്ടല്ലോ, ഈ ഓട്സ് ഒന്ന് കുതിരാനായിട്ട് വെക്കാം കുറച്ച് നേരം. ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഇവിടെ ഒന്നുണ്ട് കുതിർന്ന് വരട്ടെ. ഒരു 2-3 മിനിറ്റ് നമുക്ക് വെച്ചാൽ മതി. അപ്പോഴേക്കും തന്നെ അത് കുതിരും. ഇതിവിടെ ഇരിക്കട്ടെ. നമ്മളുടെ ഓട്സ് ഇവിടെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ ചെറുപയറും കൂടി ഇട്ട് കൊടുക്കാം. ചെറുപയറും ഇട്ട് കൊടുത്തു. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി വെച്ചിട്ടുണ്ടല്ലോ, ഉള്ളി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ ജീരകവും ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ച് കൊണ്ടുവരാം. ഞാനിവിടെ നന്നായി അരച്ച് കൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി ഇതിലേക്കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മളിനി ഇതിൽ ഉപ്പിട്ടിട്ടില്ലല്ലോ, നമുക്ക് പാകത്തിന് ഉപ്പിടുക. പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇതിൻ്റെ ഇളക്കി വയ്ക്കാം. കണ്ടില്ലേ? ദോശമാവിൻ്റെ അതേപോലെയാണ് നമ്മളിത് അരച്ചെടുക്കേണ്ടത്. ഇത് പിന്നെ നമുക്ക് അരച്ച് കൊണ്ടുവന്നാൽ അപ്പോഴേക്കപ്പോഴും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു ദോശയാണിത്. പുളിപ്പിക്കാൻ വേണ്ടി വെക്കൊന്നും വേണ്ട. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ദോശച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടും വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ദോശ ഉണ്ടാക്കാനൊക്കെ നോക്കാം. കണ്ടില്ലേ? ഞാൻ ഇതേപോലെയാണ് കേട്ടോ മാവ് ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ടില്ലേ? ദോശമാവിൻ്റെ അതേപോലെ തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതൊക്കെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായി ഇങ്ങോട്ട് പരത്തിയെടുക്കാം. കണ്ടില്ലേ? നൈസായിട്ട് ഇങ്ങോട്ട് പരത്തിയെടുക്കാം. നമുക്കിനി അതിൻ്റെ മേലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു ടേസ്റ്റാണല്ലോ. നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ദോശ ഇവിടെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ മറിച്ചിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇങ്ങോട്ട് തന്നെ മറിച്ചിട്ട് കൊടുക്കാം. കണ്ടില്ലേ? ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ ദോശ ഉണ്ടാക്കുമ്പോഴേ. നമുക്ക് ദേഹത്തിലേക്ക് വളരെ നല്ലതുമാണ്. ഇനി നമുക്ക് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ല നൈസായിട്ട് അങ്ങോട്ട് പരത്തി കൊടുക്കാം. നമുക്കിതിലും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം.
നെയ്യും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് മറിച്ചിടുക. ഇനി നമുക്കിത് ഇങ്ങോട്ട് എടുത്ത് വയ്ക്കാം. കണ്ടില്ലേ കളറൊക്കെ? ഇനി നമുക്ക് ഒന്നും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതേപോലെ ഞാൻ എല്ലാതും കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഹെൽത്തി ദോശ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം ഞാനൊരു നാളികേര ചമ്മന്തി അരച്ചിട്ടുണ്ട് കേട്ടോ. ഇത് രണ്ടും കൂടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ നമ്മളാണെങ്കിൽ ഇതിൽ ചെറുപയറാണ് ഒന്ന്, പിന്നെ അതേപോലെ ഓട്സ് ആണ്. രണ്ടും നമുക്ക് ദേഹത്തിന് വളരെ നല്ലത് തന്നെയാണ്. പിന്നെ ഞാൻ അതിൽ കൂട്ടിക്കിട്ടാണെങ്കിൽ ചെറിയ ഉള്ളി, ജീരകം, എല്ലാം നമുക്ക് ദേഹത്തിന് വളരെ നല്ലത് തന്നെയാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പം നമുക്ക് എന്നാലും അടുത്ത വീഡിയോയിൽ കാണാം.